ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഇന്നിപ്പോ ഓട്ടടയാണ് ഉണ്ടാക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടടക്കുള്ള മാവൊക്കെ അമ്മ അരച്ച് സെറ്റാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പൊ പിന്നെ ഞാന് തീയൊക്കെ പൊടിപ്പിച്ച് ഉമ്മ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിനി. അപ്പൊ പിന്നെ ഞാൻ ഓട്ടട ഞാൻ ചുട്ടോളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓട്ടട ഏറ്റെടുത്തിട്ടുണ്ടായിനെ. അപ്പോഴത്തേന് രാവിലെ തന്നെ കളിയും വീയലും മുറിയും ഒക്കെ ആയിട്ട് എന്റെ മകൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെറുതായിട്ടൊന്ന് തോലിറങ്ങിയതാണ്. പിന്നെ ഉമ്മ മുറിയൂട്ടിയൊക്കെ ഉണ്ടായിനി. അപ്പൊ മരുന്ന് വെക്കണം, കെട്ടണം. അത് കെട്ടിക്കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് സമാധാനമാവും. ഇനിയിപ്പോ ചെറിയൊരു മുറിയാണെങ്കിലും നല്ലൊരു കെട്ട് കെട്ടണം കേട്ടോ. അങ്ങനെ ഓട്ടടയൊക്കെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ചുട്ടെടുത്തിട്ടുണ്ടേനി. അതിന്റെ ഇടയ്ക്ക് ഉമ്മ എന്താ ചക്കക്കുരു ഇന്നലെ ചക്ക കൂട്ടാണ്ടാക്കിയല്ലോ, അതിന്റെ ബാക്കി ചക്കക്കുരു ഒക്കെ തൊലിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി കേട്ടോ. ഇന്ന് ചക്കക്കുരും മാങ്ങ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. മാങ്ങ ഇന്നലത്തെ തന്നെ പറിച്ചേന്ന് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പുളിയേനെ. അപ്പൊ അജു പഴുത്തിക്കണെന്നൊക്കെ പറഞ്ഞ് പറിച്ചു തന്നില്ലേ, അതിലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ മക്കള് കളിച്ചാനൊക്കെ പോണ തിരക്കിലാണ്, വണ്ടിയൊക്കെ എടുത്തിട്ട് പുറത്ത് കളിച്ചണ തിരക്കിലാണ് കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മള് ചായ കുടിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി. ഞാൻ പിന്നെ ഫോണിൽ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. കുറച്ചു നേരം ഫോണൊക്കെ കുത്തിയൊക്കെയിനി. പിന്നെ കുറച്ച് എഡിറ്റിങ്ങിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. ഡെയിലി വീഡിയോ ഇടുന്നത് കൊണ്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിനിയത്. അപ്പൊ അതാ ചോറ് അതാ തിളച്ച് പതഞ്ഞ് പൊന്തി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ചോറ് വേകുമ്പോഴത്തിന് നമുക്ക് അടുത്തത് അടുപ്പത്ത് വെക്കാനുള്ള സെറ്റപ്പ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പൊ ചക്കക്കുരു തൊലിച്ചതുണ്ടല്ലോ, അപ്പൊ അത് അടുപ്പത്ത് തന്നെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ഞാൻ മൺചട്ടിക്ക് മാറ്റി കൊടുക്കാനായിട്ട് ചെയ്യണത്. മൺചട്ടിയിലിട്ടിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ അതിക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും മാത്രം ചേർത്തിട്ട് ആണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, വെന്ത് കിട്ടണമല്ലോ. അതിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ചോറ് വെന്തിക്കണ് അത് വാങ്ങുക. എന്നിട്ട് പിന്നെ ആ വാങ്ങിയ അടുപ്പത്തിന് നമ്മൾ ചട്ടി ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പൊ നീയ ടീച്ചർ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, വടിയൊക്കെ എടുത്തിട്ട്. അപ്പൊ കുട്ടികൾക്ക് ഒന്നേ രണ്ടൊക്കെ എഴുതി കൊടുത്തതാണ്. ജനുമോനും അസിൽക്കുട്ടനും ആണ് കേട്ടോ കുട്ടികള് ഓലെ പഠിപ്പിച്ചാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പൊ ചോക്ക് എടുത്തിട്ട് ഒരു എന്താണ് ഒരു പീസ് ഉണ്ടായിരുന്നു, ഒരു മരത്തിന്റെ പീസ് ഉണ്ടായിന്. അതിമ വെച്ചിട്ടാണ് എഴുതിങ്ങാണ്ടൊക്കെ സെറ്റപ്പ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മൾ ചോറൂറ്റൽ കർമ്മം നടക്കുന്നുണ്ട്. നമ്മളെ ചക്കക്കുരു വെന്ത് വരുമ്പോഴത്തേന് നമ്മളെ അതിക്കിടാനുള്ള മാങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ചെത്തി ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ. അതിന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. തേങ്ങ അരച്ചൊന്നും ചേർക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കറി ഉണ്ടാക്കി എടുക്കുകയാണേ. പിന്നെ ഇന്ന് കിച്ചൺ ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. പിന്നെ തുടക്കലും അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ ക്ലീനിങ് സെക്ഷന് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ മാങ്ങ അല്ലെങ്കിൽ പപ്പായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെത്തുമ്പോൾ അതിൽ ഒരു ചെറിയ പീസ് ആദ്യം ഒന്ന് കടിച്ച് കഴിക്കാൻ കിട്ടണം കേട്ടോ. അതാണ് ഞാൻ തൊലി കളയുന്നതിന് മുന്നേ തന്നെ ഒരു പീസ് എടുത്തിട്ട് കടിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ളൊരു മാങ്ങയാണ് കേട്ടോ. ഇത് പഴുത്താ എങ്ങനെ ഉണ്ടാവുന്നില്ല അറിയില്ല, കാരണം പഴുക്കാൻ അനുവദിക്കണില്ലല്ലോ അറിയാനും വേണ്ടിയിട്ട്. ചക്കന്റെയും മാങ്ങന്റെയും സീസൺ ആയാൽ പൊതുവേ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം. അത് വെച്ചിട്ടുള്ള പല പല വിഭവങ്ങളായിക്കാരം. ചക്ക, ചക്കക്കുരു, മാങ്ങ, പിന്നെ ചമ്മന്തി ആയിട്ടും കറികളായിട്ടും അങ്ങനെ 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 പല പല വെറൈറ്റികൾ ഉണ്ടാക്കാലോ. അതിന്റെ ഇടയ്ക്ക് ചക്കക്കുരു ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അടുപ്പത്തായതുകൊണ്ട് ചിലപ്പോ അടി പിടിക്കുമോ എന്നൊക്കെ ഉള്ള ഇതുകൊണ്ട്. പക്ഷെ ചക്കക്കുരു വെന്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പം അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീനും പൊരിച്ചെടുക്കാനുണ്ട്. ഇന്നിപ്പോ പച്ചമീനൊന്നും വാങ്ങിയിട്ടില്ല, ഉണക്കിൽ കുറച്ച് ഉണ്ടായിന് കേട്ടോ, തളമീൻ. അപ്പൊ അത് പൊരിച്ചെടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് പീസാക്കിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടെ കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അതിന്റെ ഉപ്പൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് അത് കഴിയുമ്പോഴത്തേന് കറി വേവുമ്പോഴത്തേന് ഇതും കൂടി അയിമക്ക് ആക്കണം കേട്ടോ. അപ്പൊ കറി ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് മാങ്ങയൊക്കെ
ചക്കക്കുരൊക്കെ നല്ലോണം വെന്ത് കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടേനി. അതിന് ശേഷമാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ മുഴുവനായിട്ടും ചേർത്തിട്ടില്ല കേട്ടോ, അതിന്റെ പകുതി പോലും ഞാൻ ചേർത്തിട്ടില്ല. പക്ഷെ എന്നിട്ടും ഭയങ്കര പുളിയേനി. ബാക്കിയൊക്കെ കുട്ടികൾ വെറുതെ തിന്നുകാണ്ട് കഴിച്ചിക്കാണിട്ട് ചെയ്തിട്ടുണ്ടായിനിയത്. പിന്നെ ഇതിക്ക് തേങ്ങ ഒന്നും അരച്ച് ചേർത്തിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ തേങ്ങ അരച്ചിട്ടൊന്നും ചേർക്കുമ്പോൾ വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അതൊന്ന് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടെന്ന് കടുക് ഇട്ട് എടുത്തിട്ടുണ്ടേനി കേട്ടോ. ഇമ്മയാണ് പിന്നെ ബാക്കി അതിന്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഞാൻ ഉണക്കലൊക്കെ മസാല പറ്റി കൊടുത്തിട്ടുണ്ടേനി. ഇമ്മ അതൊക്കെ പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ കുട്ടികൾ കുറച്ച് നേരം ഇങ്ങനെ തൊയിരം കെടുത്തിട്ട് വന്നിട്ട് തോട്ടിക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വേനലായതുകൊണ്ട് തോട് അവിടെ പേരിനുണ്ട് എന്നുള്ളൂ, അതിന് വെള്ളം മറ്റൊന്നും ഇല്ല. അതൊന്നും പറഞ്ഞ ഓൾക്ക് മനസ്സിലാവില്ല. ഓൾക്ക് അതൊന്ന് പോയി കാണണം, അതൊരു വൈബാണ് ഓൾക്ക്. അപ്പൊ പിന്നെ നടന്നുകൂടിയാണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓലെ രണ്ടാളെയും തൊളിച്ചുകാണ്ട് തോട്ടിക്ക് വന്നതാണ്. ഒരാളിന്റെ ഒക്കത്തുണ്ട് കേട്ടോ, സെനിക്കുട്ടനെ. ഓനെ നടത്തിച്ചാൽ ചിലപ്പോ ഒരൊറ്റ ഓട്ടേക്കാരം. അപ്പൊ ആ ഓട്ടത്തിൽ ചിലപ്പോ ആ തോട്ടിക്ക് ചെന്ന് കണ്ടൊക്കെയാണ് വീഴുക. അതുകൊണ്ട് ഞാൻ പിടിച്ച് ഒക്കത്ത് വെച്ചതാണ് കേട്ടോ. ഒരു കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട്, അത്രേനേ ഉള്ളൂ തോട്ടിൽ. ഇതിലപ്പം നിങ്ങൾ ചാടണം കുളിച്ചണം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. കുറച്ച് നേരമായ ഒരു സമാധാനമല്ല. തോട്ടുക്കുക ചക്ക ചാടി ചീഞ്ഞിക്കണ്, പഴുത്ത ചക്കകൾ. അയ്യോ നടക്ക്. ഓൽക്ക് ഈ വരമ്പത്ത് കൂടെ ഇങ്ങനെ അച്ചാലും മുച്ചാലും നടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമല്ല കേട്ടോ. ഇവിടെ ഒന്നും കിട്ടാനും ഇല്ല. മറ്റേ മീനൊക്കെ ഉണ്ടാവും കേട്ടോ. മഴയൊക്കെ ഉള്ള സമയത്താകുമ്പോൾ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വെള്ളം നല്ലോണം ഉള്ള സമയത്താകുമ്പോൾ. ഇതിപ്പോ വെള്ളമില്ലാത്തതുകൊണ്ട് മീനും ഉണ്ടാവില്ല, ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ, വൈബൊന്നും ഇല്ല. കുറച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് പച്ചിലകൾ മാത്രം ഉണ്ട് കേട്ടോ. മറ്റേ ആ കാട്ടുപൂവ് കമ്മൽ ചെടി ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് പൊന്തക്കാടുകൾ മാത്രമുണ്ട്. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് വൈബൊന്നും കാണാനില്ലാത്ത സ്ഥിതിക്ക് കുറച്ചധികം കമ്പിൾ ചെടികൾ ഇവിടെ ഉണ്ടായ സ്ഥിതിക്കും ഞാൻ ഇവളോട് പറഞ്ഞു, ഈ പൂവൊക്കെ പറിച്ചെടുക്കുക, നമുക്ക് ഇത് വെച്ചിട്ട് ഒരു സംഗതി ശരിയാക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഗതി എന്നൊന്നും ഓൾക്ക് അറിയില്ല കേട്ടോ. ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി പൂവൊക്കെ ഒന്ന് പറിച്ചെടുത്താൽ മതി എന്നുള്ളത്. ഓള് ഇതാ ഇപ്പൊ പറിച്ചായാലും അവിടെ ഒന്ന് പോയോ കേട്ടോ, അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങോട്ട് കുറച്ചേറ്റം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒന്നും തോട്ടിലൊന്നും വെള്ളമൊന്നുമില്ല. അപ്പൊ പിന്നെ വെറുതെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിട്ടോ ഞാൻ. അപ്പൊ ഇനി പൂവൊക്കെ ഒന്ന് പറിച്ചിട്ട് ഞങ്ങള് കുടിക്ക് പോകുകയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഫോണുമ്പോൾ തോണ്ടി കുത്തിരിക്കാണ്, വെക്കേഷൻ ആയതുകൊണ്ടേ. അപ്പം ഓൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കമ്മൽ ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. വാങ്ങിക്കല്ലോ, പറിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ നീയക്കുട്ടിയും കുറച്ചധികം തോന്നതാ ഇങ്ങനെ പറിച്ചെടുത്തിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെരിയിലെത്തിയിട്ട് ഈ കമ്മൽ ചെടി കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പൊ കുറച്ച് സമയം അയിമ അങ്ങനെ നേരം പോയിക്കോളും, അല്ലെങ്കിൽ വെറും ഫോണുമ്പോ കാണാനായിട്ടിരിക്കും. അപ്പൊ ഞാനത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ ആർക്കെങ്കിലൊക്കെ കാണുന്നവർക്ക് ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് സമയമൊക്കെ ഒരു 1-2 പ്രാവശ്യമൊക്കെ ഇത് വെച്ച് നമുക്ക് പറ്റിക്കാം. അത് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ ഒരേ പറ്റിക്കലാകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മടിക്കും. പക്ഷെ എപ്പോഴേലൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ പോലെ കൊടുക്കാം. ഞാൻ ഒരു കാർഡ്ബോർഡിന്റെ പീസ് എടുത്തിട്ട് അതിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഞാൻ ആദ്യം ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണെ. കത്രികയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ ഇങ്ങനെ വെട്ടിയെടുക്കണം കേട്ടോ. ഇത് പല രീതിയിലും നമുക്ക് ചെയ്യാം. ഒരു ഫ്ലവർ വേസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ആക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് വല്ല പൂവുകളോ ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല രീതിയിലായിട്ട് ചെയ്യാം കേട്ടോ. അത് കാണാത്തവർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോ എനിക്ക് എന്റെ തലയിൽ ഉദിച്ച ഐഡിയ ഒന്നും അല്ല കേട്ടോ. കാരണം ഇങ്ങനത്തെ ഐഡിയാസ് ഒന്നും ഞങ്ങൾക്ക് വല്ലാതെ ഉദിക്കലൊന്നുമില്ല. ഇത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ട് അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷെ സംഗതി അടിപൊളി. ഒന്ന് ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ. പിന്നെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കൊടുക്കുക. എന്നിട്ട് പെൻസിൽ വെച്ചിട്ട് ഒന്നും കൂടി കുത്തുമ്പോൾ ആ ഓട്ട വലുതാവും. അപ്പുറത്തേക്ക് ഇതാക്കുക, പെൻസിൽ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി വെച്ചൂടെ ഒരു 3-4 എണ്ണം അങ്ങനെ കുത്തി.
നിയമോക്ക് ഇത് എന്താ സംഗതി എന്നൊന്നും അറിയില്ല ഇനി കേട്ടോ. ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇനിയിപ്പോൾ ആ ഓട്ട ഇങ്ങനെ കുത്തിയെടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൂവ് വെച്ചിട്ട് ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുക. അപ്പം നല്ലൊരു ഹാർട്ട് ഷേപ്പ്, നല്ല ഭംഗിയുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ആകും. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മളെ ക്രിയേറ്റിവിറ്റിക്കും നമ്മളെ കയ്യിലിരിപ്പിനൊക്കെ അനുസരിച്ചിട്ട്, നമ്മളെ കരവിരുതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനത്തെ നല്ല നല്ല ഐഡിയകളൊന്നും ഉദിക്കൂല. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടപ്പോൾ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എന്നാൽ ഈ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാന്നുള്ളത്. അപ്പൊ ഇന്ന് കുറെ കമ്മൽ ചെടികളും കുറെ പൂവുകൾ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് ഓളെന്നെ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. അതങ്ങനെ ഇങ്ങനെ ഫില്ലാക്കിയിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ വെക്കേഷനൊക്കെ അല്ലേ, ഞമ്മക്കൊന്നും ഫോണ് തൊടാൻ പറ്റുണ്ടാവില്ല. ഓൽക്ക് ഏത് നേരം ഫോണ് വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മക്കളാവുമ്പോ കുറച്ച് എപ്ലേലൊക്കെ ഒരു ഇത്തിരി പോലെ കണ്ടുപിടി തരാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ല ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയി കിട്ടും. അങ്ങനെ ഇതാ ഉച്ചച്ചോറൊക്കെ തിന്നണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. പിന്നീട് ഒരു 4 മണി അതിന് ശേഷമുള്ള വീഡിയോസ് ഒക്കെയാണ് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ദാ ഊഞ്ഞാലാടല് പുരോഗമിച്ചുകൊണ്ടിരിക്കണ്ടേ. ഇവിടെ ഒരു ഊഞ്ഞാല ഉള്ളതിനല്ല ആദ്യം. ഇന്നലെ വരെ ഒരു ഊഞ്ഞാലയില് രണ്ടാളും പാടെ നല്ല സഹകരണത്തോടെയും സഹവർത്തിത്വത്തോടെയൊക്കെ ഇനി ഇന്നലെ നിന്നോണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ കോലം മാറിക്കണ്. ഓരോരുത്തർക്ക് ഓരോ ഊഞ്ഞാല വേണമെന്നുള്ളതായി. അപ്പൊ താൽക്കാലികം ഉമ്മ വേറൊരു ഊഞ്ഞാലും കിട്ടി കൊടുത്തേക്കണ് കേട്ടോ. നിയമോള് പിന്നെ അസിലുവിനെ സോപ്പിട്ട് ഓന്റെ ഊഞ്ഞാലയിൽ കയറി കുടിക്കണേ. അങ്ങനെ ഒരു ഊഞ്ഞാലാട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഊഞ്ഞാലാടുന്നോൽക്കും ആടാത്തവർക്കൊക്കെ ആയിട്ട് 4 മണിക്ക് ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി. അപ്പോൾ അമൃതം പൊടിന്റെ പാക്കറ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പൊ അത് പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് വറുത്ത് എടുക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോ അമൃതം പൊടി ഞാനെന്താ പൊട്ടിച്ചിട്ട് കൊടുത്തേക്കണ്. അതിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നി ഇത്രയും ഉപ്പ് വേണ്ടിയിരുന്നില്ല, ഇതിൽ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ ഒരു ഇത്തിരി ഉപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മൾ വല്ല ചപ്പാത്തിക്ക് മാവ് വയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കണ മാതിരി കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് അങ്ങോട്ട് തിരിച്ചെടുത്തു കേട്ടോ. വെള്ളം പാർന്നതിന് മുന്നേ ആയതുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റി. പിന്നെ അതൊന്ന് നമ്മൾ പുട്ടിനൊക്കെ കുതിർത്തണ മാതിരി ഒന്ന് നനച്ചെടുക്കുക. പിന്നെ ഒരു 2-3 ഏലക്കായി ചേർത്ത് കൊടുക്കുക. തേങ്ങയും വേണം, തേങ്ങ അമ്മ ചിരകി തന്നിട്ടുണ്ടേനി കേട്ടോ. എന്നിട്ട് പിന്നെ അത് തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്ത് എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വറുത്തിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു പൊടി ഒന്ന് വേവാൻ വേണ്ടി മാത്രമുള്ള ഒരു വർക്കിലേ വറുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നീട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. തേങ്ങ ചേർത്തിട്ട് നമുക്കൊരു കുറച്ച് ദിവസം കേട് വരാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലപോലെ വറുത്ത് ഒരു തരി പോലും വെള്ളമില്ലാതെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. പക്ഷെ ഇതിപ്പോൾ ഉണ്ടാക്കിയത് ഇപ്പം തീരാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും വറുക്കാൻ നിന്നിട്ടില്ല. എന്നാലും പൊടി ഒന്ന് വേവിച്ചെടുക്കും വേണം നമുക്ക്. ആ ഒരു രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് എടുക്കുമ്പോഴാണ് ആ ഏലക്കായൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ട് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തേക്കും എത്തുക. അല്ലെങ്കിൽ അത് പൊടിച്ചെടുക്കാതെ അങ്ങനെ കഴിക്കണമെങ്കിലും കഴിക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. ഇനി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു മറ്റേ ഹോർലിക്സിൻ്റെ ബൂസ്റ്റിൻ്റെ ഒക്കെ പൊടി കഴിക്കൂലേ, അന്ന പോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. പിന്നെ ഞാൻ ഒരച്ച് ശർക്കര കുറച്ചധികം വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ടേന് കേട്ടോ. കുറുക്കിയിട്ട് ഒരുപാട് കുറുക്കിയിട്ടില്ല, ഒരു ചെറിയൊരു മധുരം ആ ഒരു രീതിയിൽ. എന്നിട്ട് പിന്നെ ഈ പൊടിച്ച പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമുക്കൊരു ഉണ്ടൊക്കെ പിടിക്കാൻ പാകത്തിന്, ഒരു ലഡു പോലെയൊക്കെ ആക്കാൻ പാകത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കുഴച്ച് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് അങ്ങനെ ഇതാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ആ പാത്രത്തിൽ തേങ്ങ ചിരവിയ പാത്രമാണ് കേട്ടോ, അതാണ് ഇതിലിങ്ങനെ പൊട്ടും പൊടിയൊക്കെ കാണുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാത്രം പ്രത്യേകിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ട ആക്കിയെടുക്കുക. നീ കുട്ടി എനിക്ക് ഇങ്ങനത്തെ ഉണ്ട വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഒരു ഇതായിങ്ങാണ്ട് നിൽക്കണേ കേട്ടോ. അപ്പോൾ പിന്നെ ഓക്കുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടേനി. ബാക്കി എല്ലാവർക്കും ഉള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തും ചെയ്തിട്ടുണ്ടേനി കേട്ടോ. അതിൻ്റെ ഇടക്ക് അപ്പുറത്ത് അജു ഒരു മാങ്ങ കൊണ്ടുവന്നിട്ട് ഉപ്പിലിരുമ്പാനല്ലേ പണി, അത് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. നീ കുട്ടിക്ക് ഇതേപോലെയാണ് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട കഴിക്കണ കണ്ടപ്പോൾ പിന്നെ ഓൾ ഉണ്ട കഴിച്ചിട്ടുണ്ടേനി. പിന്നെ നട്ട്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ ഞാൻ വലിയ ഡെക്കറേഷനൊന്നും നിന്നിട്ടില്ല. പിന്നെ അമ്മ അതാ അപ്പുറത്ത് ബൂസ്റ്റ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ, മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്.
അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല മൃഷ്ടാനം 4 മണി ചായ ഒക്കെ കുടിച്ചു. ഇന്നും മഴ വന്നെങ്കിലും മഴ പെയ്തതൊന്നുമില്ല കേട്ടോ. എന്താ അങ്ങനെ വരുന്നേ കണ്ടേ എന്താ പറഞ്ഞേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണേ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.